ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ പൂക്കളിടാവേ. അപ്പോൾ ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയി. ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പൂക്കളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂച്ചകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പോവും, ഇങ്ങനെയാവുന്നില്ല, ഇതിലും നാശമാവും എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും എനിക്കിഷ്ടമായി. എൻ്റെ ഒരു പൂക്കളം ഹോസ്റ്റലിൽ ഇച്ചിരി നേരം അങ്ങനെ കിടന്നല്ലോ, ഒരു ദിവസത്തോളം അങ്ങനെ കിടന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇനി പൂക്കളിടാനായിട്ട് പൂവൊന്നും അധികം കിട്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 പൂവും കുറച്ച് ഇലകളും വെച്ചിട്ടൊരു കുഞ്ഞു പൂക്കളാണ് ഇടാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പൂവ് ഭയങ്കര ഇഷ്ടമായി, അതൊരു രക്ഷയില്ല. എനിക്ക് പൂവിൻ്റെ പേരറിയില്ല, പക്ഷേ ഇതിൻ്റെ അടിയിലൊരു കുഞ്ഞു നാരൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂവാട്ടോ ഇത്. ആ ചെടിയുമ്മ തന്നെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. സത്യം പറഞ്ഞത് പൊട്ടിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ ചെടിയുമ്മ നിൽക്കണ കാണാനായിട്ട്. മറ്റേ ആ ഓറഞ്ചും വെള്ളയുള്ള പൂവുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയോ? അങ്ങനെ ഞാനെൻ്റെ ചെറിയ പൂക്കളൊക്കെ കണ്ട് നിന്ന് കുറച്ച് നേരം ആസ്വദിച്ച് കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പണി ഇപ്പോൾ പൂക്കളിടാം, ഇന്നെങ്ങനെ ഇടാം, എന്തൊക്കെ പൂ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ് ഞാൻ വരുന്നത്. പക്ഷേ പൂവൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കൊച്ചു പൂക്കളം എനിക്ക് എന്താ പറയുക, പൂക്കളം എന്നൊക്കെ പറയാവോ, 2 പൂവുള്ളൂ, പിന്നെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ പൂവിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്കത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പൂക്കളായി, എല്ലായിടത്തും പൂക്കളിടാനുള്ള ഒരുക്കങ്ങളായി, പിന്നെ സെലിബ്രേഷൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളായി. അങ്ങനെ ഒരുപാട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്നൊരവസരം പോലെയാണ് നമ്മുടെ ഓണം. അപ്പം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളീയരുടെ മാത്രമല്ല എന്ന് തോന്നുന്നു. ഓണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. പൂക്കളിടുന്ന ഒരു പരിപാടിയാണ് ഓണം, അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പം ഞാനും ഇപ്പോൾ എന്താ പറയുക, എല്ലായിടത്തും പൂക്കളുണ്ടോ, പൂക്കൾ എവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നൊരു സമയം പോലെ തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് പൂക്കളുകൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചെടുക്കുന്നതിലും ഭംഗി ആ ചെടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ്. അപ്പം അത് കാണാനും ഒരു ഭംഗിയുണ്ട്. അങ്ങനെ പിന്നെ കണ്ടോ ചെമ്പരത്തി, ഇതൊക്കെ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി കളറിൽ. പക്ഷെ ഇപ്പം ഇങ്ങനെ എന്താ പറയുക, നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന അത്രയും കുറച്ച് പൂക്കൾ അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.